മോഹൻലാൽ മമ്മൂട്ടി വഴിപാട് വിവാദം ദേശീയ തലത്തിൽ ചർച്ചയായി. ഇടുങ്ങിയ മനോനിലയുള്ളവരെ വിമർശിച്ച ബോളിവുഡ് ഗാനരചയിതാവ് ജാവേദ് അക്തർ. മമ്മൂട്ടിക്കെതിരെ സമസ്തയും മുസ്ലിം നേതാക്കളും രംഗത്തു വന്നുവെന്ന വാർത്തയിൽ പ്രതിഷേധം. മോഹൻലാലിന് പിന്തുണയറിയിച്ച് ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കർ. ചാനലുകൾക്ക് വിഷയദാരിദ്ര്യമെന്ന നാസർ ഫൈസി കൂടത്തായി. മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ ഉഷപൂജ വഴിപാട് കഴിച്ചത് സോഷ്യൽ മീഡിയ വലിയ ആഘോഷമാക്കിയിരുന്നു. കേരളം ഇങ്ങനെയാണ്. മതസാഹോദര്യത്തിന്റെ ഒരു ബിഗ് സ്ക്രീൻ കാഴ്ചയാണിത്. ഇങ്ങനെ ഏറെ വാഴ്ത്തുപാട്ടുകൾ ഏറ്റുവാങ്ങിയ സംഭവമായി ഇത് മാറിയിരുന്നു. എന്നാൽ പതിയെ ഇതേ ചൊല്ലി വിവാദവും തലപൊക്കി. ഇതര മതത്തിൽപ്പെട്ട മോഹൻലാൽ വഴിപാട് കഴിപ്പിച്ചതിന്റെ പേരിൽ മമ്മൂട്ടി മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് എഴുത്തുകാരനും പ്രഭാഷകനുമായ ഒ അബ്ദുള്ളയും സമസ്ത നേതാവും രംഗത്തെത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വലിയ ചർച്ചയായി. കേരളത്തിലെ രണ്ട് സൂപ്പർ താരങ്ങൾ പരസ്പരം കാണിക്കുന്ന സ്നേഹത്തിലും കരുതലിലും മതത്തിന്റെ നിറം ചാർത്തപ്പെട്ടതോടെ സംഭവം ദേശീയ തലത്തിൽ ചർച്ചയായി. ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് കഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇരുവരെയും പിന്തുണച്ച് ബോളിവുഡ് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ജാവേദ് അക്തർ രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ്. ഇടുങ്ങിയ മനോനിലയുള്ളവർക്ക് ഇരുവരുടെയും സൗഹൃദം മനസ്സിലാകില്ലെന്ന് ജാവേദ് അക്തർ എക്സിൽ കുറിച്ചു. ഇന്ത്യയിൽ എല്ലാ മമ്മൂട്ടിമാർക്കും മോഹൻലാലിനെ പോലെ ഒരു സുഹൃത്തും എല്ലാ മോഹൻലാലിനും മമ്മൂട്ടിയെ പോലെ ഒരു സുഹൃത്തുമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ മഹത്തായ സൗഹൃദം ഇടുങ്ങിയ മനസ്സുള്ള നെഗറ്റീവ് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നത് സ്വാഭാവികമാണ്. അതാര് ശ്രദ്ധിക്കുന്നു എന്നതായിരുന്നു ജാവേദ് അക്തറിന്റെ ട്വീറ്റ്. ഈ വിധം ദേശീയ തലത്തിൽ നിന്ന് പോലും പ്രതികരണങ്ങൾ വന്നതോടെ വിവാദത്തിൽ ബി.ജെ.പിയും അഭിപ്രായം പറഞ്ഞ് രംഗത്ത് വന്നു. മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ച മോഹൻലാലിന് ജാവ്ദേക്കർ പിന്തുണയറിയിച്ചു. ഇതാണ് ഇന്ത്യൻ പാരമ്പര്യമെന്നും വിശ്വ ബന്ധുത്വത്തിലാണ് വിശ്വാസമെന്നും ജാവ്ദേക്കർ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. മമ്മൂട്ടി മോഹൻലാൽ വഴിപാട് വിഷയത്തിൽ ജാവ്ദേക്കർ ഇടപെട്ടത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നിരീക്ഷിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനു വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയതിനെ മതവിശ്വാസത്തിന്റെ ലേബലിൽ അളന്ന് വിമർശിക്കാൻ ചില മുസ്ലിം സമുദായ നേതാക്കൾ രംഗത്ത് വന്നത് ബി.ജെ.പിക്ക് വിഷയത്തിൽ ഇടപെടാൻ കളമൊരുക്കിയെന്ന ആക്ഷേപം കേരളീയ പൊതുമണ്ഡലത്തിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ശബരിമല വഴിപാട് വിഷയത്തിൽ താൻ നടത്തിയ പ്രസ്താവന ന്യൂസ് 18 കേരള ചാനൽ വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് നാസർ ഫൈസി കൂടത്തായി ആരോപിച്ചു. ചർച്ചയിലെ തന്റെ പരാമർശത്തിലെ സിംഹഭാഗങ്ങളും മൂടിവെച്ച് ഒരു ചെറുഭാഗത്തെ ഹൈലൈറ്റ് ചെയ്ത് വളച്ചൊടിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കിയ ചാനൽ മുതലാളിമാരോട് പുച്ഛമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു. വിഷയദാരിദ്ര്യം നേരിടുന്ന ന്യൂസ് 18 എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. ഒരു അമുസ്ലിം സുഹൃത്തിന്റെ രോഗശാന്തിക്ക് വേണ്ടി ഒരു മുസ്ലിം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് തെറ്റല്ലെന്ന് മാത്രമല്ല, അനിവാര്യമായ ഒരു കടമ നിർവഹണം കൂടിയാണ്. ഒരു അമുസ്ലിം തന്റെ മുസ്ലിം സുഹൃത്തിന്റെ രോഗശാന്തിക്ക് വേണ്ടി അവരുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിച്ചാൽ ആ മതപ്രകാരം അത് തെറ്റല്ലെങ്കിൽ അതിൽ ഇടപെടേണ്ട കാര്യം മുസ്ലിമിനില്ല, നാസർ ഫൈസി കൂടത്തായി പറയുന്നു. മറ്റു മതവിശ്വാസപ്രകാരം വഴിപാട് നടത്തുന്നതിന് ഒരു മുസ്ലിം തന്റെ വിശ്വാസപ്രകാരം നിർദ്ദേശിച്ചാൽ അതിന്റെ ഇസ്ലാം മത നിലപാട് ചോദിക്കുന്നവരോട് ഒരു മുസ്ലിം വ്യക്തി എന്ന നിലയിൽ ഞാൻ നിലപാട് പറയുക സ്വാഭാവികമാണ്. അതുകൂടിയാണ് ചാനൽ ചർച്ചയിൽ ഞാൻ ചെയ്തത്. അതിനെ വളച്ചൊടിച്ച് സമസ്ത മമ്മൂട്ടിക്കെതിരെ മതവിധി പറഞ്ഞ സമസ്ത എന്നെല്ലാം പോസ്റ്റർ ഇറക്കുന്ന ന്യൂസ് 18 ചാനലിന്റെ നിലപാട് അല്പത്തരമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മമ്മൂട്ടി ഒരു ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ചെയ്യിക്കുന്നത് മതവിശ്വാസ പ്രകാരം തെറ്റാണ്. അതായത് അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഇക്കാര്യം നടന്നതെങ്കിൽ ഇക്കാര്യം ശരിയല്ല. മോഹൻലാലും മമ്മൂട്ടിയും അവരുടെ മതവിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങൾ തുടരട്ടെ. മോഹൻലാൽ ചെയ്ത കർമ്മത്തിൽ മമ്മൂട്ടിക്ക് വിരോധം ഇല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഒരു മതവിശ്വാസി മതവിശ്വാസത്തിനെതിരായ കാര്യം ചെയ്താൽ മതവിധി അനുസരിച്ചുള്ള പ്രതിവിധി തേടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പൊതുസമൂഹത്തോടോ ഇസ്ലാം മതവിശ്വാസികളോടോ മാപ്പ് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ദൈവത്തോട് ചില കടമകളും കടപ്പാടുകളുമുണ്ട്.
അത് പൂർത്തിയാക്കിയാൽ മതിയെന്നായിരുന്നു ചാനൽ ചർച്ചയിലെ നാസർ ഫൈസിയുടെ വാക്കുകൾ. ശബരിമലയിലെ വഴിപാട് വിഷയത്തിൽ നേരത്തെ പ്രതികരണവുമായി മോഹൻലാലും രംഗത്തെത്തിയിരുന്നു. മമ്മൂട്ടി തന്റെ സഹോദരനും വളരെ അടുത്ത സുഹൃത്തുമാണ്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണെന്നും ലാൽ വ്യക്തമാക്കിയിരുന്നു. മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാലാണ് മോഹൻലാൽ വഴിപാട് കഴിച്ചതെന്നുമുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നിരുന്നു. എന്നാൽ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കി. എന്നാൽ താൻ കഴിപ്പിച്ച വഴിപാടിന്റെ രസീത് ദേവസ്വം ബോർഡിലെ ആരോ ലീക്ക് ചെയ്തതാണെന്ന മോഹൻലാലിന്റെ പ്രസ്താവന മറ്റൊരു വിവാദം ക്ഷണിച്ചു വരുത്തിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മോഹൻലാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കിയതോടെ ഒരു ചാനൽ ലേഖകരും മോഹൻലാലും മറുപടി പറയേണ്ട സാഹചര്യമുണ്ടായി. മോഹൻലാലിന്റെ കൈപ്പടയിലുള്ള രസീത് എക്സ്ക്ലൂസീവ് വാർത്തയാക്കിയവർ വൈകാതെ ആ വാർത്ത വെബ്സൈറ്റിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. മോഹൻലാൽ പിന്നീട് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന് മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെയൊരു വഴിപാടിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളും വിവാദങ്ങളും കൊഴുക്കുമ്പോൾ BJP ദേശീയ നേതാവ് അഭിപ്രായം രേഖപ്പെടുത്തിയത് പുതിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത്.